ഹജ്ജിലെ പ്രധാന ചടങ്ങായ അറഫ സംഗമത്തിന് അല്പസമയത്തിനകം തുടക്കമാകും. ഹജ്ജിലെ സുപ്രധാന ദിനത്തിലേക്ക് 17 ലക്ഷത്തിലേറെ പേരാണ് എത്തുന്നത്. മസ്ജിദുൻ നമീറയിലെ അറഫ പ്രഭാഷണത്തോടെ സൂര്യാസ്തമയം വരെ ഹാജിമാർ പാപമോചന പ്രാർത്ഥനകളിലായിരിക്കും. അറഫയിൽ നിന്ന് അഫ്താബ് റഹ്മാന്റെ റിപ്പോർട്ട്. അഫ്താബ് റഹ്മാൻ തത്സമയം ചേരുന്നു. അഫ്താബ്, എങ്ങനെ പുരോഗമിക്കുന്നു ഹജ്ജ് കർമ്മങ്ങൾ? നിഷാദ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഹജ്ജിലെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം, ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് ഇന്ന്. ഇന്ത്യൻ സമയം 3 മണിക്ക്, അതായത് സൗദി പ്രാദേശിക സമയം ഉച്ചയ്ക്ക് 12:30 കൂടിയിട്ടാണ് അറഫ പ്രഭാഷണത്തിന് തുടക്കമാവുക. ആ സമയം മുതൽ ഏതാണ്ട് സൂര്യാസ്തമയം വരെ ഇന്ന് ഹാജിമാർ അറഫ നഗരിയിൽ തങ്ങുകയാണ് ചെയ്യുക. അവിടെ പാപമോചന പ്രാർത്ഥനകളുമായി പുതിയൊരു ജന്മത്തിലേക്കുള്ള തയ്യാറെടുപ്പോടു കൂടിയാണ് ഹാജിമാർ അറഫയിൽ കഴിയുക. കഴിഞ്ഞ ദിവസം മുതൽ മിനായിലേക്ക് ഒഴുകിയെത്തിയ ഹാജിമാരിൽ ഇനി ഏതാനും പേർ മാത്രമാണ് മിനായിൽ അവശേഷിക്കുന്നുണ്ടാവുക. അതിൽ പ്രത്യേകിച്ച് ഇന്ത്യൻ ഹാജിമാരുടെ അവസാന സംഘങ്ങളും അറഫയിലേക്ക് പുറപ്പെടാനുള്ള ഒരുക്കത്തിലാണ്. 12 മണിയോട് കൂടി മുഴുവൻ ഹാജിമാരും അറഫയിലെത്തും. ഇന്ന് ഈ സൂര്യാസ്തമയം വരെ അറഫയിൽ തങ്ങുന്നതാണ് ഹാജിമാർക്കുള്ള പ്രധാനപ്പെട്ട ചടങ്ങ്. അതിൽ അറഫ പ്രഭാഷണമുണ്ടാകും. സൗദിയിലെ ഉന്നത പണ്ഡിത സഭാംഗമാണ് അറഫ പ്രഭാഷണം നിർവഹിക്കുന്നത്. ഈ പ്രഭാഷണത്തിന് ശേഷമാണ് ഹാജിമാർ അറഫയിൽ പ്രാർത്ഥനകളുമായി കഴിയുക. വൈകിട്ട് ഈ സൂര്യാസ്തമയത്തിന് ശേഷം ഹാജിമാർ മുസ്ദലിഫയിലേക്ക് നീങ്ങും. അവിടെയാണ് ഹാജിമാർ രാത്രി തങ്ങുക. അതിനുശേഷം നാളെ വീണ്ടും മിനായിലേക്ക് മടങ്ങും. അവിടെ വെച്ച് നാളെ ഏതാണ്ട് ഏറ്റവും തിരക്കു പിടിച്ച കർമ്മങ്ങളാണ് ഹാജിമാർക്ക് പൂർത്തിയാക്കാനുള്ളത്. രാവിലെ മിനായിൽ മടങ്ങിയെത്തിയ ശേഷം കല്ലേറ് കർമ്മമുണ്ട്. അതിനുശേഷം കഅബക്കരിലെത്തി ത്വവാഫും ഒപ്പം തന്നെ അനുബന്ധ കർമ്മങ്ങളും പൂർത്തിയാക്കണം. അതിനുശേഷം നാളെ ഹാജിമാർക്ക് ഹജ്ജിൻ്റെ വേഷത്തിൽ നിന്നും മുടി മുറിച്ചുകൊണ്ട് ഹജ്ജ് വേഷത്തിൽ നിന്ന് മാറുകയും ചെയ്യാം. ഈ ഒരു തരത്തിൽ ഏറ്റവും തിരക്കു പിടിച്ച കർമ്മങ്ങളിലേക്കാണ് ഇന്ന് മുതൽ ഹാജിമാർ പ്രവേശിക്കുന്നത്. കനത്ത ചൂട് ഇപ്പോൾ തന്നെ അറഫയിൽ അനുഭവപ്പെടുന്നുണ്ട്. ഏതാണ്ട് 44 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇന്ന് അറഫയിൽ ഏറ്റവും ഉയർന്ന ചൂടായി രേഖപ്പെടുത്താൻ ഇടയുള്ളത്.